ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2024 ജനറൽ പേപ്പറിൻ്റേതാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ജൂലൈ 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ മെത്തഡോളജി പാർട്ടിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഓരോ പാർട്ടുകളായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പരീക്ഷയെക്കാട്ടിലും നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ ജൂലൈ 2023 നടന്നതും. പുതിയ പാറ്റേൺ അനുസരിച്ചാണ് അന്നത്തെ എക്സാം നടന്നത്. അതുകൊണ്ട് ഇനിയും അതുപോലത്തെ ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കേണ്ടതും. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും ഞാൻ ഓരോ പാർട്ടുകളായി വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് കാണാത്തവർ ആ വീഡിയോസ് എല്ലാം നല്ലതുപോലെ കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓരോ പാർട്ടും വളരെ വ്യക്തമായി തന്നെ നോട്ട്സ് ഉൾപ്പെടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ക്ലാസ്സുകളെല്ലാം പ്ലേലിസ്റ്റിൽ ഓർഡർ അനുസരിച്ച് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാലും അത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഭാഗത്തു നിന്നും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നതാണ്. 3-4 ദിവസത്തിനകം അത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി കമൻസുകൾ വന്നിരുന്നു. കറണ്ട് അഫേഴ്സിൻ്റേതും ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത് ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ മസ്റ്റായിട്ട് തന്നെ കണ്ടിരിക്കണം. ചിലപ്പോൾ ഇതിൽ നിന്നും ഇതുപോലെ തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. സെറ്റ് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയുള്ള സമയങ്ങൾ ഒട്ടും പാഴാക്കാതെ തന്നെ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ തന്നെ പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. മാച്ച് ദ ഫോളോവിങ് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് സെക്കൻഡ്. ലിസ്റ്റ് ഫസ്റ്റിൽ വരുന്നത് എ മെത്തേഡ് ഓഫ് റിസർച്ച്, ബി ഡേറ്റ അനാലിസിസ്, സി മെഷർ ഓഫ് ഡിസ്പേഴ്സൺ, ഡി ഡേറ്റ കളക്ഷൻ ടെക്നിക്. ലിസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് ഒബ്സർവേഷൻ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, തേർഡ് എക്സ്പെരിമെൻറ്റ്, ഫോർത്ത് ക്രിട്ടിക്കൽ റേഷ്യോ. ആൻസർ നോക്കാം. മെത്തേഡ് ഓഫ് റിസർച്ച്, അതിൻ്റെ ആൻസർ എക്സ്പെരിമെൻറ്റ്. ഡേറ്റ അനാലിസിസ്, ക്രിട്ടിക്കൽ റേഷ്യോ, മെഷർമെൻറ്റ് ഓഫ് ഡിസ്പേഴ്സൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഡേറ്റ കളക്ഷൻ ടെക്നിക്ക്, ഒബ്സർവേഷൻ. A3, B4, C2, D1. Next, the full form of NIIST located in Thiruvananthapuram. National Interdisciplinary Institution of Science and Technology, National Institute for Interactive Science and Technology, National Institute of India for Space Science and Technology, National Institute for Interdisciplinary Science and Technology. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, NIIST, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മിസ്മാച്ച് ഇൻ ദ ഫോളോവിങ് സോഷ്യൽ വെൽഫെയർ സ്കീം ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ദെയർ ബെനിഫിഷ്യറീസ്. ഓരോ വെൽഫെയർ സ്കീമും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മിസ്മാച്ചായിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ നിർമ്മയ സീനിയർ സിറ്റിസൺസ്, ബി യജ്ഞം ട്രാൻസ്ജെൻഡേഴ്സും, സി സഹജീവനം ഡിഫറൻ്റ്ലി ഏബിൾഡ്, ജീവനം ഡിപ്പെൻഡൻസ് ഓഫ് ക്രൈം വിക്ടിംസും. അതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നിർമ്മയ സീനിയർ സിറ്റിസൺസും. നിർമ്മയയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. വാട്ട് ഈസ് ദ നിർമ്മയ സ്കീം ഫോർ? ദി ഒബ്ജക്റ്റീവ് ഓഫ് നിർമ്മയ സ്കീം ടു പ്രൊവൈഡ് അഫോർഡബിൾ ഹെൽത്ത് ഇൻഷുറൻസ് ടു പേഴ്സൺസ് വിത്ത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്.
ഇതുപോലെയുള്ള രോഗങ്ങൾ കൊണ്ട് വെല്ലുവിളികൾ നേരിടുന്ന പേഴ്സൺസിനുള്ള ഹെൽത്ത് ഇൻഷുറൻസാണ് നിർമ്മയ എന്ന് പറയുന്നത്. യജ്ഞം ട്രാൻസ്ജെൻഡേഴ്സ്. സഹജീവനം ഡിഫറൻ്റ്ലി ഏബിൾഡ്. ജീവനം ഡിപ്പെൻഡൻ്റ് ഓഫ് ക്രൈം വിക്ടിംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ നോവൽ ഓഫ് സൽമാൻ റുഷ്ദി പബ്ലിഷ്ഡ് ഇൻ ഫെബ്രുവരി 2023. എ ജോസഫ് ആൻഡം എ മെമ്മോയർ. ഷെയിം. വിക്ടറി സിറ്റി. ഡി കിച്ചോട്ട്. കറക്റ്റ് ആൻസർ സൽമാൻ റുഷ്ദിയുടെ 2023 ഫെബ്രുവരിയിൽ പബ്ലിഷ് ചെയ്ത നോവലാണ് വിക്ടറി സിറ്റി. ഓതേഴ്സ് ആൻഡ് ബുക്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും മസ്റ്റായിട്ട് കണ്ടിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലാൻഡ്മാർക്ക് റിപ്പോർട്ട് എൻടൈറ്റിൽഡ് ഏഷ്യ പസഫിക് ഓവർവ്യൂ ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ അർബൻ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ 2022 which states that increasing number of people in Asia lack enough to eat and food security rises is published jointly by. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. FAO, UNICEF, WFP and WHO. FAO, the Food and Agriculture Organization, is a specialized agency of the United Nations leading international efforts to defeat hunger. FAO's goal is to achieve food and security for all and make sure that people have regular access to enough high quality food and lead active healthy lives. അതായത് ഈ ഓരോ ഓർഗനൈസേഷനും എല്ലാവർക്കും മതിയായിട്ടുള്ള ഫുഡുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഗുണമേന്മയുള്ള ആഹാരം എത്തിക്കണം. നെക്സ്റ്റ്, ദ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. യുനിസെഫ് എന്ന് വെച്ചാൽ ദ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, ഒറിജിനലി നോൺ ആസ് ദ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് United Nations International Children's Emergency Fund was created by the United Nations General Assembly on 11th December 1946 to provide emergency food and health care to children and mothers in countries that had been devastated by World War II. യുനിസെഫിൻ്റെ ഇയറും ഡേറ്റും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും നല്ലതുപോലെ മനസ്സിലാക്കി വെക്കണം. യുനിസെഫ് നിലവിൽ വന്നത് 1946 ഡിസംബർ 11 വേൾഡ് ഫുഡ് പ്രോഗ്രാം. WFP മീൻസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം, ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ 1961 ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ടു ഹെൽപ്പ് അലീവിയേറ്റ് വേൾഡ് ഹങ്കർ. WHO എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ ഫുൾ ഫോം ഓഫ് WHO ഈസ് World Health Organization. It is a specialized agency of the United Nations responsible for international public health. Next, the unit of measurement of the power of a lens is. Options: A diopter, B Snellen, C lux, D lumen. Answer വരുന്നത് ഓപ്ഷൻ എ diopter. The unit of measurement of the power of a lens is diopter. CITES is an international treaty between governments is associated with wildlife, ozone depletion, climate change, terrorism. Answer option A wildlife. CITES, an international treaty between governments is associated with wildlife. CITES, the Convention of International Trade in Endangered Species of Wild Fauna and Flora. CITES is an international agreement between governments. Its aim to ensure that the international trade of specimens of wild animals and plants does not threaten the survival of the species. Next, the new CEO of Twitter. Answer വരുന്നത് ഓപ്ഷൻ സി ലിൻഡ യാക്കാരിനോ. Next question, the type of patent which is does not come under the purview of Indian Patent Act. Computer program patents. Answer വരുന്നത് computer program patents. The type of patent which does not come under the purview of Indian Patent Act.
കമ്പ്യൂട്ടർ പ്രോഗ്രാം പേറ്റന്റ്. അതായത് ഈ 4 ഓപ്ഷനിലും ഏതാണ് ഇന്ത്യയുടെ അധികാര പരിധിയിലല്ലാത്തത്? കമ്പ്യൂട്ടർ പ്രോഗ്രാം പേറ്റന്റ് ആണ് ഇന്ത്യയുടെ അധികാര പരിധിയിലല്ലാത്തത്. ബാക്കി 3 ഇന്ത്യയുടെ അണ്ടറിലുള്ളതാണ്. പേറ്റന്റ് മീൻസ് കുത്തക അവകാശം അഥവാ കണ്ടുപിടുത്തത്തിനുള്ള അവകാശം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സമുദ്ര ശക്തി 23 is an bilateral exercise conducted between India and Indonesia. The Samudra Shakti 23 is an bilateral exercise conducted between India and Indonesia. Who of the following used guerrilla warfare against British East India Company in the War of Independence in 1857? താന്തിയ തോപ്പി. ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പി. The institution or body which has the power to make legislation on the subjects not covered by the union list, state list and concurrent list. Answer option C, Parliament. Next, the toll-free childline number to help children to distress which is accessible all over India. 1098. The toll-free childline number to help children to distress which is accessible all over India. 1098. The web-enabled patient management system for TB control in India initiated by the Ministry of Health and Family Welfare. Nikshay. Identify the personality who received 2-time Oscar award in India. A.R. Rahman. Identify the correct matches from the following. First, Sardar Sarovar Dam, Narmada River, Bhakra Nangal Dam, Satluj River, Tungabhadra Dam, Krishna River, Idukki Dam, Parambikulam River. ഇതിൽ കറക്റ്റായിട്ടുള്ളത് 1ഉം 2ഉമാണ്. സർദാർ സരോവർ, നർമ്മദ റിവർ, ബക്രാനങ്കൽ ഡാം, സത്ലജ് റിവർ. The Tungabhadra Dam, also known as Pamba Sagar, is a water reservoir constructed across the Tungabhadra River in the city of Hosapete in Vijayanagara district, Karnataka. In India, it is a multi-purpose dam serving irrigation, electricity generation, flood control, etc. for the state. Next, ഇടുക്കി ഡാമിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ബിൽറ്റ് ഓൺ ദ പെരിയാർ റിവർ. ഇടുക്കി ഡാം ബിൽറ്റ് ചെയ്തിരിക്കുന്ന പെരിയാർ റിവറിലാണ്. ഇൻ ദി റിവർ ബിറ്റ്വീൻ ദി കുറവൻ ആൻഡ് കുറത്തി ഹിൽസ് ഇൻ കേരള, ഇന്ത്യ, അറ്റ് 167.68 meters. It is one of the highest arc dam in Asia and third tallest arc dam. അതായത് ഏഷ്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതും ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമുമാണ് ഇടുക്കി ഡാം. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയേഴ്സ് ഫ്രം ദി ഫോളോവിങ്. ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ്, എപ്സം സാൾട്ട്, മഗ്നീഷ്യം കാർബണേറ്റ്, ബ്ലീച്ചിങ് പൗഡർ, കാൽസ്യം ഹൈഡ്രോക്ലോറൈഡ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അലൂമിനിയം സൾഫേറ്റ്. കറക്റ്റായിട്ട് വരുന്നത് 1ഉം 3ഉമാണ്. ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റും, ബ്ലീച്ചിങ് പൗഡർ, കാൽസ്യം ഹൈപ്പോക്ലോറൈഡ്. What is Epsom salt? Epsom salt is also known as magnesium sulfate. It's a chemical compound made up of magnesium, sulfur and oxygen. Despite its name, Epsom salt is a completely different compound than table salt. Gypsum plaster, also known as plaster of Paris, is a white powder consisting of calcium sulfate hemihydrate. Gypsum is a soft sulfate minerals compound of calcium sulfate dihydrate with the chemical formula CaSO4 Next question നോക്കാം. Match list first intelligence agencies with list second country. List first A. Mossad, B. ISI, C. SIS, M16, D. RAW. ലിസ്റ്റ് ഫസ്റ്റിൽ ഓരോ ഇൻ്റലിജൻസ് ഏജൻസീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് രാജ്യത്തിൻ്റേതാണ് എന്ന് മാച്ച് ചെയ്യണം.
സെക്കൻഡ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 1 പാകിസ്ഥാൻ, 2 ഇസ്രായേൽ, 3 ഇന്ത്യ, 4 UK. മൊസാദ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. ISI പാകിസ്ഥാൻ്റേതാണ്. SIS M16 UKയുടെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റേതാണ്. RAW ഇന്ത്യ. A2 B1 C4 D3. Mossad is a government agency. The Institute for Intelligence and Special Operations, popularly known as Mossad, is the national intelligence agency of the State of Israel. It is one of the main entities is the Israel intelligence community along with Amman and Shin Bet. Next, ISI, Inter-Services Intelligence. The Inter-Services Intelligence is the largest and best known component of the Pakistani intelligence community. SIS M16, the UK's secret intelligence service, also known as M16. Our people work secretly around the work to make the UK safer and more prosperous. For over 100 years, SIS has ensured the UK and our allies keep one step ahead of our adversaries. Next, RAW. The Research and Analysis Wing is the foreign intelligence agency of India. The agency's primary function is gathering foreign intelligence, counter-terrorism, counter-proliferation, advising Indian policy makers and advancing India's foreign strategic interests. Next question നോക്കാം. Match the following list first South Indian dynasties with the list second its capitals. List first A. Chola, B. Pandya, C. Pallava, D. Chera. List second first Vanji, second Tanjavur, third Madurai, fourth Kanjipuram. ആൻസർ നോക്കാം. ചോള തലസ്ഥാനം തഞ്ചാവൂർ, പാണ്ഡ്യ മധുരൈ, പല്ലവ കാഞ്ചീപുരം, ചേര വാഞ്ചി. A2 B3 C4 D1. സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസും അതിൻ്റെ ക്യാപിറ്റലുമാണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസും ആൻഡ് ക്യാപിറ്റൽസും നോക്കാം. ചോളാസ്, തഞ്ചാവൂർ ആൻഡ് ഗോൽക്കൊണ്ട ചോളപുരം. തഞ്ചാവൂരും ഗോൽക്കൊണ്ട ചോളപുരവും ചോളന്മാരുടെ തലസ്ഥാനമാണ്. മൗര്യൻ പാടലിപുത്ര, മൗര്യന്മാരുടെ തലസ്ഥാനം പാടലിപുത്രം. പല്ലവാസ് കാഞ്ചി, പാണ്ഡ്യാസ് മധുരൈ, ചാലൂക്യാസ് വാദാബി ഓർ ബാദാമി. ലേറ്റർ ചാലൂക്യാസ് കല്യാണി, കാകതിയാസ് വാറങ്കൽ. സാത്വഹനാസ് പ്രതിഷ്ഠാനം മോഡേൺ ഡേ പൈത്യാൻ ഇൻ മഹാരാഷ്ട്ര. സത്വഹനാസ് പ്രതിഷ്ഠാന ബാമിനി ഗുൽബർഗ. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം നല്ലതുപോലെ പഠിച്ചെടുക്കണം. വർമ്മൻ പ്രഗ്ജ്യോതിഷ്പുര ഗുവാഹത്തി. സുംഗ പാടലിപുത്ര ആൻഡ് ലേറ്റർ വിദിഷ. രാഷ്ട്രകൂട മന്യഖേദ. സോളങ്കി ആൻഹിൽവാര. ശിവാജി റൈഗാർ. ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം. രഞ്ജിത് സിംഗ് ലാഹോർ. ഹർഷവർദ്ധന താനേശ്വർ ആൻഡ് ലേറ്റർ കനൗജ്. കനിഷ്ക പുരുഷപുര. പ്രധാനപ്പെട്ടത് സുംഗ, പാടലിപുത്ര ആൻഡ് ലേറ്റർ വിദിഷ. ശിവാജി റൈഗാർക്ക്, ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം, രഞ്ജിത് സിംഗ് ലാഹോർ, ഹർഷവർദ്ധന താനേശ്വർ ആൻഡ് ലേറ്റർ കനൗജ്, കനിഷ്ക പുരുഷപുര. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ് ഇത്. എല്ലാവരും നിർബന്ധമായും കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. എല്ലാവരും ഇപ്പോഴത്തെ സെറ്റ് എക്സാം പാസ്സായി കിട്ടാൻ വേണ്ടി ശ്രമിക്കണം.
ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.